നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാകവി കുമാരനാശാൻ ഉൾപ്പെടെ 24 യാത്രക്കാരുടെ ജീവൻ അപഹരിച്ച പല്ലന ബോട്ട് ദുരന്തം നടന്നിട്ട് 100 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. വർഷം 100 കഴിഞ്ഞിട്ടും ആശാൻ്റെ മരണം ഉയർത്തിവിട്ട വിവാദം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. ആശാനെ ആരെങ്കിലും മനഃപൂർവ്വം അപായപ്പെടുത്തിയതാണോ എന്നൊരു സംശയം ആശാൻ്റെ വിധവ ഭാനുമതി അമ്മ ഉൾപ്പെടെ ചിലരൊക്കെ അന്നേ പങ്കുവച്ചിരുന്നു. 1924 ജനുവരി മാസം 17 വെളുപ്പിന് 5 മണിയോടടുപ്പിച്ചാണ് കൊല്ലത്തു നിന്നും ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട ചേർത്തല സ്വദേശി വർക്കി മാത്യുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ട്രാവൻകൂർ കൊച്ചിൻ മോട്ടേഴ്സിൻ്റെ റെഡീമർ എന്നു പേരുള്ള ബോട്ട് പല്ലനയിലെ പുത്തൻകരി വളവിൽ അപകടത്തിൽപ്പെടുന്നത്. അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്ന 136 യാത്രക്കാരിൽ 112 പേരെങ്ങനെയൊക്കെയോ അവരുടെ ജീവൻ തിരിച്ചു പിടിച്ചു. മഹാകവി കുമാരനാശാൻ ഉൾപ്പെടെ 24 യാത്രക്കാരുടെ ജീവൻ പല്ലനയാർ അപഹരിച്ചു. ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെൻറ് ഒരു 5 അംഗ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. 1924 ജനുവരി മാസം 31 അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് തിരുവിതാംകൂർ ഗവൺമെൻറ് ഇറക്കുന്നത്. റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ചെറിയാൻ അധ്യക്ഷനായ ആ കമ്മീഷനിലെ മറ്റ് 4 അംഗങ്ങൾ പോലീസ് കമ്മീഷണർ WH പിറ്റ്സ്, ചീഫ് എഞ്ചിനീയർ KV നടേശ അയ്യർ, N കുമാരൻ, MR മാധവ വാര്യർ എന്നിവരായിരുന്നു. ഇവരിൽ N കുമാരൻ മഹാകവി കുമാരനാശാന് ശേഷം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഈ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നത്. കമ്മീഷൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടർന്നുള്ള നാൾവഴികൾ ഇങ്ങനെയാണ്. 1924 ഫെബ്രുവരി മാസം 9 കൊല്ലത്ത് കമ്മീഷനിലെ അംഗങ്ങൾ യോഗം ചേർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു. അതിനുശേഷം അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചു. പിന്നീട് അപകടത്തിൽപ്പെട്ട ബോട്ട് ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവന്ന് അത് പരിശോധിച്ചു. മലയാളത്തിലും തമിഴിലുമുള്ള പ്രധാനപ്പെട്ട വർത്തമാനപത്രങ്ങളിലും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഗസറ്റുകളിലും തെളിവെടുപ്പ് സംബന്ധിച്ചുള്ള പരസ്യം നൽകി. 14 തവണ കൊല്ലത്തും 6 തവണ ആലപ്പുഴയിലും 1 തവണ കരുമാടിയിലും തെളിവെടുപ്പ് നടത്തി. ആകെ 83 സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ 47 പേർ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്നും രക്ഷപ്പെട്ട യാത്രക്കാരായിരുന്നു. അതിൽ തന്നെ 5 പേർ ബോട്ട് ജീവനക്കാരുമായിരുന്നു. 1924 ഏപ്രിൽ മാസം 5 കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് ഇംഗ്ലീഷിൽ തയ്യാറാക്കി തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. ആകെ 4 ഭാഗങ്ങളിലായി 85 പാരഗ്രാഫുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നീണ്ട 55 വർഷക്കാലം ഈ റിപ്പോർട്ടിലെ ഒരു വിവരവും വെളിച്ചം കണ്ടില്ല. ഈ റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വരുന്നത് കേരള ആർക്കൈവ്സ് ന്യൂസ് ലെറ്ററിൻ്റെ 1979 ഡിസംബർ ലക്കത്തിലൂടെയാണ്. കേരള ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേരള ആർക്കൈവ്സ് ന്യൂസ് ലെറ്റർ. ഈ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങളിലെ 31 പാരഗ്രാഫുകൾ വരെയുള്ള ഭാഗം ഈ ന്യൂസ് ലെറ്ററിലൂടെ വെളിച്ചം കണ്ടു. അതിൽ തന്നെ 2 പാരഗ്രാഫുകൾ 10ാമത്തെയും 11ാമത്തെയും പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് അന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ആകെ 29 പാരഗ്രാഫുകൾ മാത്രമേ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. റിപ്പോർട്ടിൻ്റെ 3-4 ഭാഗങ്ങൾ ഇതുവരെയും ഗവൺമെൻറ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. മഹാകവി കുമാരനാശാൻ്റെ ഈ അപകട മരണത്തെ സംബന്ധിച്ച് അന്ന് തന്നെ ചിലരൊക്കെ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനവർ പറഞ്ഞ കാരണം പ്രധാനമായും 2 ആണ്. 1, ആശാൻ വിദഗ്ധനായ ഒരു നീന്തൽക്കാരനായിരുന്നു. 2, ആശാന് സമുദായത്തിനകത്തും പുറത്തും ശത്രുക്കൾ ധാരാളമുണ്ടായിരുന്നു. ആശാൻ ജനിച്ചത് ചിറയിൻകീഴിനടുത്തുള്ള കായിക്കരയിലാണല്ലോ. അറബിക്കടലിനും കോവിൽത്തോട്ടം കായലിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് കായിക്കര. അറബിക്കടലിലും കോവിൽത്തോട്ടം കായലിലും നീന്തി പയറ്റിത്തെളിഞ്ഞ നീന്തൽക്കാരനായിരുന്നു മഹാകവി കുമാരനാശാൻ. അങ്ങനെയുള്ള ആശാൻ പല്ലനയാറ്റിലെ ഇത്തിരി പോന്ന വെള്ളത്തിൽ എങ്ങനെ മുങ്ങി മരിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്ന ഒരു വിഭാഗം ചോദിക്കുന്നത്. പിന്നീട് പറയുന്നത് ആശാൻ്റെ ശത്രുക്കളെക്കുറിച്ചാണ്. 1921 മലബാറിൽ നടന്ന മാപ്പിളലഹള പശ്ചാത്തലമാക്കി മഹാകവി കുമാരനാശാൻ രചിച്ച കൃതിയാണല്ലോ ദുരവസ്ഥ. ഈ കൃതിയുടെ രചന ആശാന് ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചു കൊടുത്തു. ആശാൻ ഈ കൃതി രചിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഹിന്ദുമതത്തിലെ
ജാത്യ ആചാരങ്ങളെ ചികിത്സിക്കുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ നിലനിന്ന ജാതിഭ്രാന്തിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് ആശാൻ ഈ കൃതി എഴുതുന്നത്. ഈ കൃതി തുടങ്ങുന്നത് തന്നെ മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ടകെട്ടി വൻപാർ നനാചാര മണ്ഡലഛത്രരായി നമ്പൂരാർ വാണരുളുന്ന നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്മൃതികളാൽ കോട്ടകെട്ടി കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സവർണ മേധാവിത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ആശാൻ ഈ കൃതി തുടങ്ങുന്നത് തന്നെ. എന്നാൽ മാപ്പിളലഹ പശ്ചാത്തലമാക്കി എഴുതിയതുകൊണ്ട് മാത്രം ലഹളയുടെ അസ്പഷ്ടവും അപൂർണവുമായ ഒരു വിവരണം കൂടി ഈ കൃതിയിൽ നൽകേണ്ടതായി വന്നു. 1700 വരികളുള്ള ഈ കൃതികളിൽ വെറും 162 വരികളിൽ മാത്രമേ ഇസ്ലാം മത സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും സവർണ മേധാവികളിൽ നിന്നും നേരിട്ട എതിർപ്പിനേക്കാൾ എത്രയോ മടങ്ങായിരുന്നു ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗത്തിൽ നിന്നും ആശാന് നേരിടേണ്ടി വന്നത്. ഈ ദുരവസ്ഥയിലെ ചില വരികൾ പ്രകോപനപരമെന്ന് കരുതുന്ന ആൾക്കാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അതിൽ ആശാൻ പറയുന്നുണ്ട്, ഈ ലഹള നടന്ന പ്രദേശം എവിടെയാണെന്നുള്ളതിന് പറയുന്നത് ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴും ഏറനാട്ടിൽ എന്നാണ് ആശാൻ ഈ ലഹള നടന്ന പ്രദേശത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം ആശാൻ പറയുന്നു, അമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഈ മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ, ഹന്ത മതമെന്ന് ഘോഷിക്കുന്നല്ലോ ഈ ജന്തുക്കൾ, എന്തതിൽ നീതിയില്ലേ എന്ന്. ഇത്തരം വരികളൊക്കെ ചിലരെയൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആശാൻ പറഞ്ഞത് താൻ ഒരു സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുകയായിരുന്നില്ല, പിന്നെയോ ഈ ക്രൂര കൃത്യത്തിൽ ഏർപ്പെട്ട വ്യക്തികളെയാണ് താൻ വിമർശിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വരികൾ ഇതിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന അഭ്യർത്ഥന ഒരു വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടും ആശാൻ അത് ജപിക്കൊണ്ടില്ല. ആശാൻ അതിലെ ഒരു വരിയും നീക്കം ചെയ്യാൻ തയ്യാറായില്ല. ഈ കാരണത്താൽ ആശാന് ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗത്തിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വന്നു. യഥാർത്ഥത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിനായി ആശാൻ കവിതയിലൂടെ നടത്തിയ ധർമ്മയുദ്ധം തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് സവർണ മേധാവികളിൽ നിന്നും ഉണ്ടായതിലും അധികം എതിർപ്പ് ആശാന് ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗത്തിൽ നിന്നും നേരിടേണ്ടി വന്നത്. സമുദായത്തിനകത്തുമുണ്ടായിരുന്നു ആശാന് ശത്രുക്കൾ. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ മഹാകവി കുമാരനാശാൻ. ഈ ജനറൽ സെക്രട്ടറി പദം മോഹിച്ച അധികാരമോഹികളും ഒരു കവി എന്ന നിലയിൽ ആശാൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവരുമായിരുന്നു സമുദായത്തിനകത്തെ ആശാൻ്റെ ശത്രുക്കൾ. എന്നാൽ ഈ എതിർപ്പുകളൊക്കെ ആശാൻ്റെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലേക്ക് ഉയർന്നിരുന്നു എന്നുള്ള കാര്യം സംശയകരമാണ്. ഒരു കാര്യം ഒന്നുകൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ചെറിയാൻ കമ്മീഷനെ നിയമിച്ചത് മഹാകവി കുമാരനാശാൻ്റെ അപകടമരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനല്ല, പിന്നെയോ പല്ലന ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണ്. 1924 ജനുവരി മാസം 16-ാം തീയതി വൈകിട്ട് 10:30 കൊല്ലത്തു നിന്നും ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട റെഡീമർ ബോട്ടാണ് പല്ലനയിലെ പുത്തൻകരി വളവിൽ 1924 ജനുവരി മാസം 17-ാം തീയതി വെളുപ്പിന് 5 മണിയോട് പഠിപ്പിച്ച് അപകടത്തിൽപ്പെടുന്നത്. അപകട സമയത്ത് ബോട്ടിൽ 136 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 112 പേരും രക്ഷപ്പെട്ടു. ആശാൻ ഉൾപ്പെടെ 24 യാത്രക്കാരാണ് ഈ അപകടത്തിൽ മരണമടയുന്നത്. അപകടം നടന്ന സ്ഥലത്തേക്ക് കൊല്ലത്തു നിന്ന് 33 മൈലും ആലപ്പുഴയിൽ നിന്ന് 15 മൈലും ദൂരമുണ്ട്. ചേർത്തല സ്വദേശി വർക്കി മാത്യുവിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 നിലകളിലുള്ള ഈ ബോട്ട് 1922 അവസാനം പണി തീർത്ത് ലൈസൻസ് നേടിയ ബോട്ടാണ്. 95 യാത്രക്കാരെ കയറ്റുന്നതിനുള്ള ലൈസൻസാണ് ബോട്ടിന് നൽകിയിരുന്നത്. എന്നാൽ കൊല്ലത്ത് നിന്ന് ബോട്ട് പുറപ്പെടുമ്പോൾ തന്നെ 151 യാത്രക്കാരും വളരെയധികം ലഗേജും ബോട്ടിലുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്ന യാത്രക്കാർ നിരവധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയധികം തിരക്ക് അന്ന് അവിടെ അനുഭവപ്പെടാൻ കാരണം. അപകടത്തിൽപ്പെട്ട ബോട്ടിന് 52 അടി 9 ഇഞ്ച് നീളവും 9 അടി 7 ഇഞ്ച് വീതിയും 3 അടി ആഴവുമാണ് ഉണ്ടായിരുന്നത്. അപകടം നടന്ന സ്ഥലത്ത് പല്ലനയാറിന് 8 മുതൽ 10 അടി വരെ ആഴവും 95 അടി വീതിയുമാണ് ഉണ്ടായിരുന്നത്. റിപ്പോർട്ടിൻ്റെ 1-ാമത്തെ പാരഗ്രാഫിൽ തന്നെ എങ്ങനെയാണ് അപകടം നടന്നത് എന്ന് പറയുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: പല്ലനയിൽ ഇടത്തേക്ക് ഒരു കൊടും വളവുണ്ട്. ഈ വളവിൽ ഇടത്തേക്ക് തിരിഞ്ഞ ബോട്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി. ബോട്ടിൻ്റെ പ്രൊപ്പല്ലറും ഏറ്റവും അടിയിലെ കീലിൻ്റെ കുറേ ഭാഗങ്ങളും മാത്രം വെളിയിൽ കാണാമായിരുന്നു. വളവ് തിരിഞ്ഞപ്പോൾ സ്പീഡ് കുറച്ചില്ല. ബോട്ട് ഓവർലോഡായിരുന്നു.
അലക്ഷ്യമായി സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്തു, ബോട്ടിൻ്റെ മുകൾ തട്ടിൽ ഭാരക്കൂടുതലുണ്ടായിരുന്നു എന്നിവയാണ് അപകട കാരണമായി കമ്മീഷൻ്റെ കണ്ടെത്തൽ. അപകടത്തിൽ മരണമടഞ്ഞ 24 യാത്രക്കാരിൽ 22 പേരുടെയും ജഡങ്ങൾ ബോട്ടിനകത്തു നിന്ന് തന്നെയാണ് കണ്ടെത്തിയത്. ആശാൻ ഉൾപ്പെടെ 2 പേരുടെ ജഡങ്ങൾ ബോട്ടിന് വെളിയിൽ പല്ലന തോട്ടിൽ നിന്നും കണ്ടെടുത്തു. അപകടം നടന്ന സ്ഥലത്തു നിന്ന് 100 വാര അകലെയായി ആറ്റിലേക്ക് ചാഞ്ഞു നിന്ന ഒരു കാട്ട് പരുത്തിയുടെ കൊമ്പിൽ ഉടക്കി നിൽക്കുന്ന രീതിയിലാണ് 18-ാം തീയതി വെളുപ്പിന് ആശാൻ്റെ മൃതശരീരം കണ്ടെടുക്കുന്നത്. ആശാൻ്റെ ചേതനയേറ്റ ജഡം കണ്ടെടുക്കുന്ന സമയത്ത് ദൃക്സാക്ഷിയായിരുന്ന എൻ കൃഷ്ണൻ്റേതായി 1924 ജനുവരി മാസം 24-ാം തീയതി കേരള കൗമുദിയിൽ വന്ന ഒരു ലേഖനത്തിൽ പറയുന്നത്, ജഡം പുറത്തെടുക്കുമ്പോൾ അത് വെള്ളം കുടിച്ച് കുറച്ച് വീർത്തിരുന്നു, ഷർട്ടും കോട്ടും ശരീരത്തിലുണ്ടായിരുന്നു, മുണ്ടഴിഞ്ഞു പോയിരുന്നു, ശരീരത്തിൽ പരിക്കുകളൊന്നും കാണപ്പെട്ടില്ല, കണ്ണുകൾ നല്ലവണ്ണം അടഞ്ഞിരുന്നു, കൈവിരലുകളും കാൽമുട്ടുകളും അല്പം അകത്തേക്ക് വളഞ്ഞിരുന്നു, കോട്ടിൻ്റെ പോക്കറ്റിൽ ഈ പറയുന്ന സാധനങ്ങളുണ്ടായിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒരു ജീവചരിത്രം, ആ ജീവചരിത്ര പുസ്തകത്തിനുള്ളിൽ ആര്യസമാജത്തിൻ്റെ ലാഹോർ കേന്ദ്രത്തിൽ നിന്നും പത്രാധിപർ TK നാരായണൻ അയച്ച 2 കത്തുകൾ, ഒരു കണ്ണടക്കൂട്, ഒരു പേഴ്സ്, ആ പേഴ്സിനുള്ളിൽ 6.5 രൂപ, ഒരു വിസിറ്റിംഗ് കാർഡ്, ഒരു താക്കോൽ കൂട്ടം. ഇത്രയും സാധനങ്ങളാണ് ആശാൻ ധരിച്ചിരുന്ന കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കണ്ടെടുത്തതായി എൻ കൃഷ്ണൻ ആ ലേഖനത്തിൽ പറയുന്നത്. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി മൃതദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തിരുന്നെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം അത് കാണാനിടയായ ഭാനുമതി അമ്മയുടെ നിർദ്ദേശപ്രകാരം നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഈ മൃതദേഹം വെള്ളത്തിൽ നിന്നും കരയ്ക്കെടുക്കുമ്പോൾ ശരീരത്തിൽ ചേറ് പുരണ്ടിരുന്നുവെന്നും അത് കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചതെന്നും എൻ കൃഷ്ണ ലേഖനത്തിൽ പറയുന്നുണ്ട്. ചെറിയാൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ഔദ്യോഗികമായി പുറത്തുവിട്ട 1ഉം 2ഉം ഭാഗങ്ങളിലെ വിവരങ്ങളും 3ഉം 4ഉം ഭാഗങ്ങളിലേത് എന്ന രീതിയിൽ പുറത്തു വരുന്ന വിവരങ്ങളും പരിശോധിച്ചാൽ അതിൽ പലയിടത്തും വൈരുദ്ധ്യങ്ങളും അസ്വാഭാവികതകളും മുഴച്ചു നിൽക്കുന്നതായി കാണാം. ഉദാഹരണത്തിന് റിപ്പോർട്ടിൻ്റെ 10ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, അപകടം നടന്ന ഉടനെ തന്നെ 2 വലിയ വള്ളങ്ങളിലായി ആൾക്കാർ അവിടെ വന്ന് ബോട്ടിൻ്റെ 2 സൈഡിലുമായി നിലയുറപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുവെന്ന്. എന്നാൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ബോട്ട് പൂർണ്ണമായും ഉയർത്തിയെടുക്കുന്നതിന് 4 ദിവസങ്ങൾ വേണ്ടി, അതായത് 4ാം ദിവസം വൈകിട്ടാണ് 8 മണിയോട് കൂടിയാണ്, അതായത് 20-ാം തീയതി വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ബോട്ട് പൂർണ്ണമായും ഉയർത്തിയെടുക്കുന്നത് എന്ന്. ഈ കാലതാമസത്തിന് റിപ്പോർട്ടിൽ പറയുന്ന കാരണം പല്ലനയിലും പരിസര പ്രദേശങ്ങളിലും ക്രെയിനുകളോ വലിയ വള്ളങ്ങളോ വിദഗ്ധരായ തൊഴിലാളികളോ ഇല്ലായിരുന്നു എന്നാണ്. പല്ലനയിലും പരിസരങ്ങളിലും വലിയ വള്ളങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അപകടം നടന്ന ദിവസം അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആ 2 വലിയ വള്ളങ്ങൾ എവിടെ ഉള്ളത് ആയിരുന്നു എന്ന ചോദ്യം നിലനിൽക്കുന്നു. കമ്മീഷന് അതിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ആ റിപ്പോർട്ടിൽ. പിന്നെ രണ്ടാമതായി മറ്റൊരു വൈരുദ്ധ്യം കമ്മീഷൻ എടുത്തു കാണിക്കുന്നത്, അപകടം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ 3 ബോട്ടുകൾ അതുവഴി കടന്നുപോയെന്നും ആ ബോട്ടിലെ ജീവനക്കാർ രക്ഷാപ്രവർത്തനവുമായി വേണ്ട രീതിയിൽ സഹകരിച്ചില്ല എന്നുമാണ്. മുഹമ്മദിയ, മോർണിംഗ് സ്റ്റാർ, നൂറുൽ ഇസ്ലാം, ഈ 3 ബോട്ടുകളാണ് അതുവഴി കടന്നുപോയത്. ഇതിൽ മുഹമ്മദിയ ബോട്ടിലെ സ്രാങ്കിൻ്റെ മൊഴി അനുസരിച്ച് ബോട്ട് അവിടെ താൻ നിർത്തി വടം കൈമാറിയെന്നും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വടം കൈമാറിയെന്നും 1 മണിക്കൂർ സമയം കഴിഞ്ഞാണ് താൻ അവിടെ നിന്ന് പോകുന്നത് എന്നും രക്ഷാപ്രവർത്തനത്തിന് താൻ സഹായം വാഗ്ദാനം ചെയ്തിട്ടും അതാരും സ്വീകരിച്ചില്ല എന്നും ഈ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് കമ്മീഷൻ പറയുന്നു. പിന്നീട് വന്ന മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ബോട്ട് ഈ അപകടം നടന്ന ബോട്ടിൻ്റെ അതേ ഉടമസ്ഥൻ്റെ തന്നെയാണ്. ആ ബോട്ടിൻ്റെ സ്രാങ്ക് പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മോർണിംഗ് സ്റ്റാർ ബോട്ടിൽ നിന്ന് ഒരു വടം കൈമാറിയ ശേഷമാണ് താൻ പോയത് എന്നാണ്. എന്നാൽ അപകടം നടന്ന ബോട്ടിലെ ജീവനക്കാർ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയത് വടം നൽകാതെ പോയ ഒരേ ഒരു ബോട്ട് ഈ മോർണിംഗ് സ്റ്റാർ മാത്രമാണ് എന്നാണ്. ബോട്ടിലെ ജീവനക്കാർ തമ്മിലുള്ള ശത്രുത ആയിരിക്കാമെന്നാണ് കമ്മീഷൻ എത്തിച്ചേരുന്ന നിഗമനം. ഇനി മൂന്നാമത്, നൂറുൽ ഇസ്ലാം ബോട്ടിൻ്റെ സ്രാങ്ക് വേണ്ട രീതിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ പോയതിന് പറയുന്ന ന്യായം വളരെ വിചിത്രമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ബോട്ട് അവിടെ നിർത്തി വടം കൈമാറിയെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ താൻ തയ്യാറാകാതിരുന്നത് ബോട്ടിലെ യാത്രക്കാരായ നമ്പൂതിരിമാരിൽ നിന്നുമുണ്ടായ എതിർപ്പിനെ തുടർന്നാണ് എന്നാണ്. നമ്പൂതിരിമാർ എതിർപ്പ് പ്രകടിപ്പിക്കാൻ പറഞ്ഞതായ കാരണം അപകടം നടന്ന ബോട്ടിനടുത്ത് ചെന്ന് ജഡങ്ങളിൽ സ്പർശിച്ചാൽ തങ്ങൾ അശുദ്ധരാകുമെന്നും അതുകൊണ്ട് ആ ബോട്ടിനടുത്തേക്ക് പോകുന്നതിന് അവർ എതിർത്തുവെന്നുമാണ്. ഈ മൊഴിയും ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്ന്
കമ്മീഷൻ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ബോട്ടിലെ യാത്രക്കാരിൽ ചിലർ നൽകിയ മൊഴി അനുസരിച്ച് ബോട്ട് കൊല്ലത്ത് നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ധാരാളം യാത്രക്കാർ, അത് അനുവദനീയമായതിലും വളരെ കൂടുതൽ യാത്രക്കാർ ബോട്ടിലുണ്ടായിരുന്നു. അതായത് 95 ആൾക്കാർക്ക് കയറാവുന്ന ബോട്ടിൽ 151 യാത്രക്കാർ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ബോട്ടിന് സ്റ്റോപ്പില്ലാത്ത തേവള്ളി ബോട്ട് ജെട്ടിയിൽ ബോട്ടടിപ്പിച്ച് ഏതാനും ചില യാത്രക്കാരെ അവിടെ നിന്ന് കയറ്റി എന്നാണ് പറയുന്നത്. ഈ യാത്രക്കാർ ആരൊക്കെയാണെന്നോ അവരെവിടെ ഇറങ്ങിയെന്നോ ഒന്നും കമ്മീഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പരിശ്രമം വിജയിച്ചില്ല എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അപകടത്തിൽ മരണമടഞ്ഞ 24 യാത്രക്കാരിൽ 22 പേരുടെയും ജഡങ്ങൾ ബോട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തിയപ്പോൾ ആശാൻ ഉൾപ്പെടെ 2 പേരുടെ ജഡം പല്ലനത്തോട്ടിൽ നിന്നും ബോട്ടിന് വെളിയിൽ പല്ലനത്തോട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. അതിന് കമ്മീഷൻ എത്തിച്ചേർന്ന നിഗമനം ബോട്ടിനുള്ളിൽ തന്നെ ആശാനും ഈ മറ്റേ അതായത് രണ്ടാമത്തെ ജഡവും ഈ 2 ജഡങ്ങളും ബോട്ടിനുള്ളിൽ തന്നെ മരിച്ചവരുടേതാകാമെന്നും അതിനുശേഷം അത് സ്വാഭാവികമായി വെളിയിലേക്ക് ഒഴുകിപ്പോയതാകാം ആണ് സാധ്യത എന്നാണ് പറയുന്നത്. എന്നാൽ നാം എൻ കൃഷ്ണൻ്റേതായി കേരള കൗമുദിയിൽ 1924 ജനുവരി 24 വന്ന ലേഖനത്തിൽ പറയുന്നത് ആശാൻ്റെ ശരീരത്തിൽ ചേറ് പറ്റിപ്പിടിച്ചിരുന്നുവെന്നും ജഡം ആറ്റിൽ നിന്നും പുറത്തെടുത്തതിന് ശേഷം ആ ചേറ് കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് സംസ്കരിച്ചത് എന്നുമാണ്. സ്വാഭാവികമായ ഒഴുക്കിൽ പുറത്തേക്ക് ഒഴുകിയ ഒരു ജഡത്തിൽ ഈ 8 അടി മുതൽ 10 അടി വരെ ആഴമുള്ള പല്ലനയാറിൻ്റെ അടിയിൽ ചേറ് എങ്ങനെ ഇതുപോലെ പുറത്തെടുത്ത് കഴുകിക്കളയേണ്ട രീതിയിൽ പറ്റിപ്പിടിക്കുമെന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിനും തൃപ്തികരമായ ഒരു വിശദീകരണം കമ്മീഷൻ്റെ റിപ്പോർട്ടിലില്ല. ഈ വൈരുദ്ധ്യങ്ങൾക്കും അപൂർണതകൾക്കും വ്യക്തമായൊരു മറുപടി ലഭിച്ചെങ്കിൽ മാത്രമേ ആശാൻ്റെ അപകട മരണത്തെക്കുറിച്ചുള്ള സംശയവും ദൂരീകരിക്കപ്പെടുകയുള്ളൂ. ഈ റിപ്പോർട്ട് അന്നേ പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ തുടരന്വേഷണത്തിനുള്ള ഒരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത ഗവൺമെൻറ് മുന്നിൽ കണ്ടിരിക്കാം. അതുകൊണ്ടാകാം റിപ്പോർട്ട് അന്ന് പൂർണ്ണമായും പുറത്തു വിടാതിരുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയും ഇന്ന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ആ നിലയിൽ ഇപ്പോഴെങ്കിലും ഈ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാൻ ഗവൺമെൻറ് തയ്യാറാകണം, അല്ലെങ്കിൽ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം സെക്രട്ടേറിയറ്റിൻ്റെ സെല്ലാറിൽ സൂക്ഷിച്ചിട്ടുള്ള ഫയൽ നമ്പർ 210-35/ER/79/GAD ഡേറ്റഡ് 22 ഫെബ്രുവരി 1979 എന്ന ഫയലിൽ ലഭ്യമാണ് എന്നറിയുന്നു. റിപ്പോർട്ട് പൂർണ്ണമായും ഗവൺമെൻറ് പുറത്തുവിടാത്തതുകൊണ്ട് ഒട്ടും തന്നെ ആശാസ്യമല്ലാത്ത മറ്റൊന്നുകൂടി സംഭവിച്ചു. ഭാവനാലോകത്ത് രാജകുമാരന്മാർ ഭാവനയുടെ ചിറകിലേറി അവരുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ മെനഞ്ഞു. ആശാൻ ഉറങ്ങാൻ കിടന്ന 1-ാം ക്ലാസ് ക്യാബിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു അപകട സമയത്ത് എന്ന് പോലും അവർ പറഞ്ഞു പരത്തി. ഏതായാലും പല്ലനത്തോട്ടിൽ നിന്നാണ് ആശാൻ്റെ ജഡം കണ്ടെത്തിയത് എന്ന് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംശയത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല എന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിലൂടെ പങ്കുവച്ച വിവരങ്ങൾ പ്രയോജനകരമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും അപേക്ഷ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.